സച്ചുവിനെ വിളിക്കായിരുന്നു അല്ലേ? വരുമോ ഓനാണ് ഉണ്ടാ? ഇന്നൊരു ഫ്ലോ കിട്ടുന്നില്ല അല്ലേ? ഫ്ലോ കിട്ടണമെങ്കിൽ നമ്മളെ ബിനീഷ് വരണം. ബിനീഷ് ഇല്ലാത്ത പണി കിട്ടി. അപ്പൊ നമുക്ക് തൊപ്പിയുടെ കഥകൾ തന്നെ പറയാം. ബിനീഷിന്റെ ഇന്നും കൂടെ അത് പറയാം നമുക്ക്. നാളെ പോലെ നമുക്ക് വേറെ തൊപ്പീന്റെ എനിക്ക് ഈറ്റിങ്ങളെ ഒട്ടും പിടിക്കുന്നില്ല, അതാ പ്രശ്നം. ഈ ടീം എനക്കൊന്ന് ഇവര് വന്ന് ഉടായിപ്പാടാ. തൊപ്പി അടക്കം ഉടായിപ്പോ. പക്ഷെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് അല്ല, ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ കുറച്ച് ന്യായം തൊപ്പീന്റെ ഭാഗത്താണ് എനിക്ക് തോന്നുന്നത്. ഇവര് പറയുന്നത് എനിക്കിപ്പോ ഷമീറെല്ലാം സംസാരിക്കുന്നത് ഓനൊരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഒരു 5 വട്ടം പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് പൈസ ഇല്ലാത്തോണ്ട് അതെ, അതൊരു ഒരു കൈൻഡ് ഓഫ് ഫ്രസ്ട്രേഷൻ അല്ലേ അത്? അല്ല, ന്യായീകരണ വീഡിയോ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നുന്നു. ഏത് പച്ചക്കള്ളം പറഞ്ഞ സാധനം? പച്ചക്കുപ്പായിട്ടൊരു പച്ചക്കള്ളം പറഞ്ഞതാ വീഡിയോ എടാ. പക്ഷെ അതിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. സംഭവം അവര് ആദ്യം ഒരു വീഡിയോ ഇറക്കിയില്ലേ? ഷമീർ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം ഇതായിട്ടില്ലേ? പക്ഷെ ഇതിന് തെളിവ് എന്ന് പറഞ്ഞിട്ട് തൊപ്പി കൊണ്ടുവന്ന സാധനമില്ലേ? തൊപ്പി വന്ന് പറഞ്ഞ മറ്റേ ജീപ്പേന്റെ കുറെ ഇതെല്ലാം കാണിച്ചു. അത് മമ്മു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ സാധനം വാങ്ങാൻ വേണ്ടി എനിക്ക് പൈസ തരലുണ്ടെന്നല്ലോ. സാലറി ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, ഇവർക്ക് സാലറി ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഫസ്റ്റ് വീഡിയോ പറഞ്ഞു ഇവരുടെ ഷഡ്ഡി അടക്കം എല്ലാം കഴിപ്പിച്ച്. അപ്പൊ അത് പറഞ്ഞ ഒരു ബോക്സിലുണ്ടാവും, അത് ഇതിനകത്തുകൊണ്ട് ഇട്ടാൽ മതി, അങ്ങനെയല്ല ചുമ്മാ ഇതായിട്ട് കിടക്കുന്നതാന്നുള്ളത് സംഭവം. ഇവര് തുടക്കം കേറുമ്പോ തന്നെ ഈ ഫസ്റ്റ് ടൈം തന്നെ ഇവര് തമ്മിൽ ഇവരും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാം പെട്ടെന്ന് തന്നെ അതിന് തെളിവുകൾ അതുകൊണ്ടാണ് ഇവര് പെട്ടെന്ന് തന്നെ അത് പണി കൊടുക്കാനുള്ള രീതിയിൽ തന്നെ എപ്പോഴെങ്കിലും ഇത് വരും ഉറപ്പാന്നുള്ള കാര്യത്തില് അതിനു വേണ്ടി എടുത്തിട്ടെ. ഇപ്പൊ ഷമീർ പറഞ്ഞിട്ടേ ഇനി 40% തെളിവുകൾ ബാക്കിയുണ്ടെന്ന്. അല്ല, മറ്റേ ഇപ്പം ഇതില് ഹനാൻ ഷാന്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു നോർമൽ കേസ് അല്ലേടാ? ഇതിപ്പോ എന്താ പ്രശ്നം അറിയാം? ആദ്യം ഇവര് കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു, മറ്റേ ഈ ഷമീറും ടീമും. അപ്പൊ അതിനെതിരെ തൊപ്പി എന്തെല്ലോ പറഞ്ഞ് ലാസ്റ്റ് ഒരു പേഴ്സണൽ വീഡിയോ ആണ് എടുത്തിടുന്നത്. അത് ഇവര് പറഞ്ഞതിനെതിരായിട്ടൊന്നും ഇടുന്നില്ലല്ലോ. ഇവരൊരു മോശം ഗേ ആണെങ്കിൽ തന്നെ ഇപ്പം ഇല്ലീഗലായിട്ടുള്ള സംഭവം ഒന്നല്ല. പിന്നെ അവരിപ്പോ ചെയ്തെന്ന് വെച്ചാൽ ഇവര് ഫ്രണ്ട്സ് കോടി ഇരുന്ന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ചെയ്തത്. അല്ലാണ്ട് അല്ല, ഇത് ആ ഒരു ഗ്യാങ് ഹൗസിലെ കാര്യം മൊത്തത്തിൽ ഇങ്ങനെ നടക്കുന്നെന്ന് ഇവര് പറയുന്നുണ്ട്. തൊപ്പീന്റെ വീഡിയോ കണ്ടല്ലോ, ഒരു ഹോസ്റ്റൽ ലൈഫ്. അത് ഇവര് ഒരു വീഡിയോ ഷമീറിന്റെ പുറത്തുവിട്ട് തൊപ്പീന്റെ ഇത് അവരൊരു വലിയ സംഭവമായിട്ട് അവിടെ കാണുന്നില്ല. അല്ല, തൊപ്പീന്റെ വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല, തൊപ്പീ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവര് പറഞ്ഞു ഈ തൊപ്പി മറ്റേ ഭയങ്കര ഇതായിട്ട് പറഞ്ഞില്ലേ, നമ്മള് എന്നെ ഇതാക്കി എന്റെ കൂടെ നടന്നവന് ഇവര് ഡ്രഗ്സ് കയറ്റി. തൊപ്പി അറിയാണ്ടൊന്നും അതിനകത്തൊന്നും കയറ്റി. പക്ഷെ ഇത് ഞാനിപ്പം തൊപ്പി പറഞ്ഞ കാര്യത്തില് എനിക്കിപ്പോ ഞാൻ നോക്കിയത്തോളം ഞാൻ തൊപ്പീന്റെ സൈഡിലാണ്. കാരണം ഇപ്പൊ ഒന്ന് ഹനാൻ ഷാന്റെ വീഡിയോയിൽ ഒന്നൊരു പെണ്ണിനെ പറ്റി പറയുന്ന ഒരു വിഷയമുണ്ട്. അതിപ്പം നമുക്ക് കേൾക്കുമ്പോ അത് ഭയങ്കര മോശമല്ലേ അങ്ങനെ പറഞ്ഞത് അത്ര മോശം വേർഡ് തന്നെ. പക്ഷെ ഇതൊരു ആണുങ്ങളെ ഷമീർ ചെയ്തിട്ടില്ലേ? ഷമീർ മറ്റേ ഇത് ചെയ്യുന്ന വീഡിയോ അവൻ ലീക്ക് ആക്കിയില്ലേ? അതേപോലത്തെ കാര്യം ഇവർ ഷമീർ തിരിച്ചു ചെയ്തേ ഉള്ളൂ. സംഭവം ഇതിപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഹനാൻ ഷാൻ ഇതിനെ ഉൾപ്പെടുത്തി. അതുപോലത്തെ കാര്യം പോലും അല്ല ഇത്. തൊപ്പി പറഞ്ഞത് ഇപ്പൊ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഒരു ബോയ്സ് ഗ്യാങ്ങിൽ ഇതൊരു സാധാരണ കാര്യമാണ്, വലിയ സംഭവം ഇതൊന്നും അല്ല. നമ്മളെ ഗ്യാങ്ങിൽ ഇതൊരു അവരെ ഗ്യാങ് അങ്ങനത്തെയാണ്, അങ്ങനെ സംസാരിക്കുന്നവരാണ്. അങ്ങനെ ചെറിയ മമ്മു അടക്കം പറയുന്ന പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇത് അവനെന്ത് ചെയ്തെന്ന് വെച്ചാല് തൊപ്പി ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് എല്ലാരും അറിയിച്ചു. പക്ഷെ അറിയിക്കുമ്പോ ഇവർക്ക് ഹനാൻ ഷെയ്ഖ് അവരുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന അത് അധികം മണ്ടന്മാരായിട്ട് പറഞ്ഞേ. അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയാൻ പാടില്ല. അതെല്ലാം ഒരു തെളിവിന്റെ ഇതിടാ. പേര് പറഞ്ഞില്ലെങ്കിൽ ഒരു വെറുതെ ഇത് പറയുന്നതാണ് ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ
എല്ലാ സംഭവം എല്ലാരും അറിഞ്ഞു ഗ്യാങ് ഹൗസിൽ നടക്കുന്ന സാധനം പുറത്ത് സ്ക്രിപ്റ്റ് മാത്രമാണ് ഇത് തൂഫാനെന്നെല്ലാം പറഞ്ഞ് പിടിക്കാത്ത ഇവർക്ക് ഇതിപ്പോ മറ്റേ 6 മാസത്തിൽ വരെ ടെസ്റ്റ് ചെയ്താൽ കിട്ടൂലേ പിന്നെന്താ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തോ ഉണ്ട് ഇപ്പം ഇവര് റീസെന്റ് തന്നെ ഉപയോഗിച്ചെന്നൊക്കെയാ ജാസിന്റെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് സംഭവം ഇവര് നോക്കുമ്പോ പൈസ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവരുടെ കയ്യിലേക്കൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് അവര് ഇതാക്കി ആ ഒരു വീഡിയോ എല്ലാം ഇട്ട് ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നല്ലോ എല്ലാരും സിനിമയിലെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഇനിയും രക്ഷപ്പെടാനുള്ളത് ഉണ്ടായിരുന്നു സ്ലേവിനെ പോലെയാണ് ഇവര് തിരിച്ചറിയുന്നത് കുറച്ച് ലേറ്റ് ആയിട്ട് അല്ലല്ല സ്ലേവിനെ പോലെയല്ല ഇവർക്ക് അവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് വെച്ചാല് അവർക്കൊരു ഫെയിം ആകുന്ന പേര് അവർ പിടിച്ചു തന്നായിരിക്കും നൈസായിട്ട് ഇറങ്ങിയാൽ പോലും അതുകൊണ്ടാണ് അവര് എന്തെങ്കിലുമൊക്കെ വീഡിയോ മറ്റേ ഇത് തൊപ്പീന്റെ റൂമിലെ വീഡിയോ അതെല്ലാം എടുത്തു വെച്ചിട്ട് ഇത്രയാള് പ്ലാൻ ചെയ്തിട്ട് സംഭവം അവര് ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണെങ്കിൽ അവരങ്ങനെ ചെയ്യാൻ നിൽക്കൂല ആദ്യം പോലെ അവിടെ ഒരു ഹൈറാർക്കി ഉണ്ടായിരുന്നു തൊപ്പി ഗൾഫിൽ പോയ സമയത്ത് ദുബായി പോയ സമയത്ത് ഈ സാധനങ്ങളൊക്കെ എടുത്തു നോക്കുന്നത് അതിനൊന്നും വലിയ എവിഡൻസ് അത് മാത്രല്ല മറ്റേ അത് പറയാൻ പറ്റില്ല എന്നാലും തുണി ഇത് അവര് പ്ലാനിങ്ങിന്റെ കാര്യം പറഞ്ഞു ഏതായാലും അതിനുള്ളിൽ ഇറങ്ങുന്നതിന് മുമ്പ് എടുത്ത് വെച്ചാണല്ലോ ഇവര് വെച്ചാണെങ്കിലും അവര് തമ്മിലുള്ള ഇത് അതായത് അല്ല ഇപ്പം ചങ്ക് പോലെ നിക്കുന്ന അങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ കാറിലെ വീഡിയോ ആയാലും അതിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ സൗണ്ട് മാത്രം കേൾക്കുന്നത് അതിൽ ഇതെല്ലാം പണി കൊടുക്കാനുള്ള സെറ്റപ്പും പരസ്പരം പണി കൊടുക്കാനാണ് റാംബോ പറഞ്ഞില്ലേ റാംബോ പറഞ്ഞു കേട്ടില്ല അതൊന്നും ക്ലിയർ ആയിട്ടാ അത് ഇവൻ ഈ പറഞ്ഞ മറ്റേ ലക്ഷദ്വീപിലെ 2 പെൺകുട്ടികളെ അത് റാംബോ ആണ് പറഞ്ഞത് ഷമീർ പറഞ്ഞു അതിന്റെ തെളിവായിട്ട് റാംബോന്റെ വോയിസ് കേൾപ്പിച്ചല്ലേ ഷമീർ ഏതോ പെണ്ണായിട്ട് അവിടെ വന്ന പെണ്ണായിട്ട് എന്തോ ക്ലോസ് ആയി അപ്പൊ അത് തൊപ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല തൊപ്പി ആ പെണ്ണെ കൊണ്ടുപോയി വില പോകും അതെല്ലാം പറഞ്ഞത് അതൊരു പിന്നെ ഇതേപോലെ മുനവീർ മുനുവല്ലേ മുനു തന്നെയാണോ മുനുവിന്റെ ഒരു ഓഡിയോ ഇട്ടായിരുന്നു അത് മറ്റേ തിന്ന ചോറിന് വരെ കണക്ക് പറയുന്നുണ്ടെന്നുള്ള തൊപ്പിയാ അപ്പൊ ഇവരാദ്യം ഫസ്റ്റ് അത് വീഡിയോയിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം ശരിയാന്നുള്ള രീതിയിലാണ് ഇപ്പം ഓഡിയോ എല്ലാം വന്നപ്പോ ഇതായത് അല്ല ഇതെല്ലാം ശരി തന്നെയായിരിക്കും ഞാനിതിൽ പറയുന്നത് ഇതില് തൊപ്പി ചെയ്ത് ഭക്ഷണം പഠിക്കാല്ലേ രണ്ടും തൊപ്പി ചെയ്ത പെണ്ണ് കേസ് പിന്നെ ഈ സച്ചുനെ പോലെ കുറെ പേര് തൊപ്പി പാവാട അല്ല ഇതെല്ലാം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പെണ്ണ് കേസ് ഇതൊന്നും ആരും റേപ്പ് ചെയ്യുന്നല്ല വിത്ത് കൺസെന്റ് അല്ലെങ്കിൽ പൈസ കൊടുക്കുന്ന ഈ പരിപാടികളാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവരിപ്പോ വിളിച്ചു പറഞ്ഞതിനെ കൊണ്ട് വലിയ എന്തോ ഓന് ഒരു ഏതായാലും അവര് ഫുള്ളായിട്ട് പോയി ആ വീഡിയോ ഇട്ടവരുടെ എല്ലാം മൊത്തത്തിൽ മൊത്തം പോയി അപ്പം ഞാനും ചെയ്യുമെങ്കിൽ പിന്നെ നീയും ചെയ്യുന്നോണ്ടേ അത് തൊപ്പീന്റെ കാര്യം ഇനി ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ഗ്യാങ് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂല ഇനി ഗ്യാങ് വരൂല്ലോ പൈസ ഒന്നും അവിടെ ഭയങ്കര ഗ്യാങ് വരും ഗ്യാങ് ഇനിയും പൈസ അല്ല ഇവിടെ ഫാമിലി മറ്റേ പോപ്പുലാരിറ്റി പിന്നെ നാവളുണ്ടല്ലോ നീ നമ്മളെ ഇതിനേക്കാളും മോശം അവസ്ഥയെന്നല്ല ഇങ്ങോട്ടേക്ക് അതാണ് ഓനൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇവര് മിക്കവാറും ഇടിയും ഇതോടെ ഇവർക്ക് ഇപ്പൊ കേസ് കൊടുക്കുന്നല്ലോ ഇവർക്കെതിരെ കേസ് ആരും ആയിരിക്കില്ല ഓനെ തൊപ്പിനെ നമ്പാനൊന്നും പറ്റില്ല കേസ് കൊടുത്താൽ അവനടക്കം തൂങ്ങൂലടാ ഇത് ഓട്ടോമാറ്റിക് ഇതെങ്ങനെയായാലും ഇപ്പൊ ഇവരെന്നെ എല്ലാ തെളിവുകളും അതും ഇതെല്ലാം പറഞ്ഞ രീതിക്ക് കേസ് ഇങ്ങനെ എടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റിന് കേസ് എടുക്കാം ഈ ഡ്രഗ് യൂസിന്റെ പരിപാടി വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് കേസ് എടുക്കാം ഇവരെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാം ഇവരെല്ലാരും കണക്കാണ് എല്ലാം തൂങ്ങാ ചെക്കൻ മമ്മു എല്ലാം പറയുന്നട്ടെ ആരാടാ ഞാൻ നിനക്കല്ലടാ ചെയ്തോന്നെ ഇത് ഒരു ദേഷ്യത്തിന്റെ പുറത്ത് വിളിച്ചു പറയുന്നതാണ് ഞാൻ ഇവരെല്ലാം ചെയ്തിട്ട് നിനക്ക് ചെയ്തിരുന്നു ദേഷ്യത്തിന്റെ പുറത്താണ് മമ്മു വിളിച്ചു പറയുന്നത് പിന്നെ ഇവരൊട്ടും മെച്ചുവേർഡല്ല ഈ പിള്ളേര് സംസാരിക്കുന്നത് ഒട്ടും മെച്ചുവേർഡല്ല ഇതാണ് എവിടെ എപ്പോ ഏത് വീഡിയോ ഇറക്കണമെന്ന് അതിനനുസരിച്ചാണ് ഇറക്കുക വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഇവരത് ഒട്ടും പ്ലാൻഡ് അല്ല ഇവര് ഭയങ്കര ഇമോഷന്റെ പുറത്ത് സംസാരിക്കുന്നു എനക്കും പെങ്ങളുണ്ടാ അമ്മയുണ്ടാ എന്നെല്ലാം പറയും ഇവർക്ക് മുന്നും പെങ്ങളും അമ്മ ഇല്ലായിരുന്നോ അല്ലെങ്കിൽ എന്റെ ഉള്ള തോന്നിയാസൊക്കെ ആടുന്ന് കാണിക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും അമ്മയും പെങ്ങളും ഉണ്ട് വെച്ചിട്ട് ഓനവന്റെ ലൈഫ് ഓക്കെ അത്ര
സകല അഭ്യാസം അവിടെ കാണിച്ചിട്ട് ഈ കാലം അത്രയും അതിന് തന്നെ പറഞ്ഞു മലേഷ്യ പോരും പെണ്ണിൻ്റെ അടുത്ത് പോകുന്നുണ്ട് ലക്ഷത്തിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അവൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് തൊപ്പി ഇത് ചെയ്യുമ്പോൾ ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. എടാ അന്ന് സംഭവം ഇവര് ഇതെന്ന് വെച്ചാല് ഷമീറെല്ലാം ആദ്യം പറയുന്ന സ്ഥിതിക്ക് അവര് ഏകദേശം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അവൻ ചെയ്തു. ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാണ്ട് വഴിയില്ല, അതാണ് വഴി. അല്ലാണ്ട് ഇവര് തൊപ്പി അപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. തൊപ്പി ഇപ്പൊ ലാസ്റ്റത്തെ വീഡിയോ കണ്ടില്ലേ, കുറച്ച് പേരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാവും. വീഡിയോ ഇവളല്ല നന്ദന പറഞ്ഞിട്ടൊരു പെണ്ണ, ഇൻസ്റ്റാഗ്രാമെല്ലാം പൂട്ടിട്ട് പോയി പറയുന്നുണ്ട്. അതെയാ, ഇൻസ്റ്റാഗ്രാം അതിന്റെ ഫോട്ടോ എല്ലാം പുറത്ത് വിട്ടു. അതൊന്നും ആവശ്യമില്ല. ഇപ്പൊ ഈ ഹനാൻ ഷാ പെണ്ണിന്റെ ഫോട്ടോ കൊടുത്ത് ഇതെല്ലാം ആവശ്യമില്ലാണ്ട് ഒരാളുടെ പ്രൈവസിലേക്ക് കേറുന്നത് ശരിയല്ല. ഇവർക്ക് ഒട്ടും മെച്ചോടല്ലേ ഈ പിള്ളേർ. അതെന്ന് സംഭവം എന്നറിയാം, ഇതിപ്പം അതിനകത്ത് ഹനാൻ ഷാന്റെ ഇതിൽ പറയുമ്പോ ഇത് തൊപ്പി പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ ആരെ പറയുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു വീഡിയോ പറഞ്ഞ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ ഇത് അങ്ങനെ അത് വരാൻ വേണ്ടിയാണ് ഇവരത് ചെയ്തത്. എന്നാലും അത് മെച്ചൂരിറ്റി ഇവർക്ക് പിന്നെ അങ്ങനെയല്ലടാ, ഇവർ ഫുള്ള് പോയി എങ്ങനെങ്കിലും പോയ സെറ്റപ്പിലാണ്. എങ്ങനെങ്കിലും ഈ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം എടുത്തിടുന്നത്. ഏതെങ്കിലും രീതിയിൽ ഓനെ മാറ്റിക്കണം നമ്മള്. എനക്കൊന്ന് രണ്ടാം ഷമീറിന്റെ ആ വീഡിയോ വന്നവിടെ അവന്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി സാധനം. അത് നല്ല അടിയായിരുന്നു, പക്ഷെ സമ്മതിക്കാൻ. അതാണ് ഇതൊരു ഹോസ്റ്റൽ ലൈഫിൽ അങ്ങനെ വലിയ സംഭവം ആയിരിക്കൂല ഇത്. അങ്ങനെ ആ ഒരു ലൈഫിൽ നിന്നവർക്ക് ഇത് ഓക്കെ, അങ്ങനെ നമ്മളിത് മൈൻഡ് ആക്കുന്നില്ല എന്നുള്ള ഇതാണ്. എല്ലാവരും ഒരേ പ്രായമുള്ള പിള്ളേരും ആ ഒരു ഏജിലുള്ള ആൾക്കാരല്ല, ആരും മാരീഡും അങ്ങനെയൊന്നുമല്ലോ. അപ്പൊ ഇത് പരസ്പരം പറയുന്ന വർത്താനങ്ങൾ അങ്ങനെയായിരിക്കും, സംസാരിക്കുന്ന ഭാഷ അതായിരിക്കും, ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ അതിലെ മറ്റേ ഷഡിയിട്ട് നടക്കും. ഇതൊന്നൊരു ഇപ്പൊ പറഞ്ഞ റാംബോ അതിലെ ഷഡി പോലെ ഇടാണ്ട് നടക്കും. അതൊരു നോർമൽ സംഭവമാണ് ഒരു ഹോസ്റ്റലിൽ. കാരണം എല്ലാവരും അങ്ങനെ എൻ്റെ ഇതാണെങ്കിലല്ലോ. പിന്നെ പറയണ്ടായിരുന്നു ഈ തൊപ്പി ബ്രേക്കപ്പ് ആയിട്ട് 2 മാസം ഇങ്ങനെ വെറുതെ ഇരുന്നേ, ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു. അത് മമ്മു പറയുന്നു. അന്നേരം ഞാൻ റൂമിലേക്ക് ഒരു ദിവസം എന്നെയും വിളിച്ചു റൂമിലേക്ക്. ഇവക്ക് ഇവള് ശരിയാകുന്നില്ല. അതെല്ലൊരു എനിക്കൊന്നും ആ പിള്ളേർക്ക് ഇനി തൊപ്പി കയറണം. അവർക്ക് പൈസയുണ്ട്, പിന്നെ ഓനെ കാണും, ഓനെ ഇനിയും കേൾക്കും. പക്ഷെ ഇവരെ കണ്ടന്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കണ്ടന്റ് കഴിഞ്ഞു. പിന്നെ വേറെ കഴിവുണ്ടെങ്കിൽ കയറും, അല്ലാണ്ട് ഇത് കഴിഞ്ഞ് ഇവരെ കണ്ടന്റ് കഴിഞ്ഞു. പിന്നെ ഈ സീസൺ കഴിഞ്ഞാല് പിന്നെന്താ ഇപ്പൊ തന്നെ ജാസിയും ചെല്ലം ഇത് ഒരു രസമില്ല കാണാനൊരു ഇൻട്രസ്റ്റിംഗ് അല്ല. വെറുതെ കരഞ്ഞു വഴികല് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല. ആരെയും ഷമീറിന്റെ ഒരു ഇൻട്രസ്റ്റ് തൊപ്പീൻ്റെ പക്ഷെ അങ്ങനെയല്ല. കാണാൻ തുടങ്ങിയ ആൾക്കാർ ഇങ്ങനെ ബഗീഡെല്ലാം കണ്ടോണ്ടിരുന്നോളും. പിന്നെ ഇവർക്ക് ഇനി ആ ഒരു ലെവലിൽ ഇവര് കാരണം തൊപ്പി ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം ആദ്യം. ഈ അവരാധം കാണിച്ചിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തു, അതിനി ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. തൊപ്പീൻ്റെ അങ്ങനത്തെയാണ്. ഇല്ല, ഒരുത്തം വന്നിട്ടില്ല, പണിക്ക് പോയിട്ടാളെ. കുറെ ആളുണ്ടാവലുണ്ട്, 4-5 പേരൊക്കെ ഉണ്ടാവും നമ്മൾക്ക്. നമ്മളും കരിപ്പാൽ പഠിച്ചാ. നമ്മളിത് നിരപ്പാക്കിയത്, ഇത് ഇങ്ങനെ നിരപ്പൊന്നല്ലായിരുന്നു. നമ്മള് ഗ്രൗണ്ടിൽ ഈ പിച്ചെല്ലാം നമ്മൾ ചെയ്താ. പിച്ചും ഇത് നിരപ്പാക്കിയത് നമ്മൾ തന്നെ ഇതെല്ലാം. അപ്പത്തേക്ക് ഇവിടെ കൊണ്ട് പിടിച്ചോ? മുഖത്തിന് വേറെ സംവിധാനമുണ്ട്. എല്ലാം പറ്റിയിട്ടൊന്നും ഒന്നും